കാട് പൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ. അങ്ങനെ നാട് മുഴുവൻ മിൻറ്റി ജാമുൻ അടിച്ച് ആഘോഷിക്കുമ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു ഫ്രണ്ടിന് നമുക്ക് നല്ല നാടൻ മിൻറ്റി ജാമുൻ ഉണ്ടാക്കി കൊടുത്താലോ. 100 ഗ്രാം ഞാവൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നിങ്ങനെ ചതച്ചെടുക്കാം. ഇത് പെട്ടെന്ന് ഇൻഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എത്ര ഞാവലെടുത്തോ അതേ അളവിൽ തന്നെ വോട്ട് കൂടി ഒഴിക്കാം. 100 ml വോട്ട് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒരു തണ്ട് മിൻറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 ഗ്രാം ഷുഗറുണ്ട്, അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇതൊന്ന് അടച്ച് നമുക്കൊരു 24 hours വെയിറ്റ് ചെയ്യും. അവസാനം വരെ ഈ വീഡിയോ കാണുക എല്ലാവരും. നമുക്ക് ലാസ്റ്റ് ഒറിജിനൽ മിൻറ്റി ജാമുനും നമ്മുടെ ഹോം മെയ്ഡ് മിൻറ്റി ജാമുനും തമ്മിലുള്ള കമ്പാരിസൺ ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ, 24 മണിക്കൂറിന് ശേഷം ഞാൻ എത്തിയിരിക്കുകയാണ്. സോ നമ്മുടെ മിൻറ്റി ജാമുൻ റെഡി ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ മിൻറ്റി ജാമുൻ ഓപ്പൺ ചെയ്യാണ്. നോക്കിയേ, ജാമുൻ്റെ കളറൊക്കെ പോയി ഒരു വെളുത്തൊരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഈ തുണിയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2 ഷോട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്മിർനോഫ് മിൻറ്റി ജാമുനൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് മിൻറ്റി ജാമുൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് എന്താണ് ഇങ്ങനെ കലങ്ങി കിടക്കുന്ന പോലത്തെ ഒരു കളറും, ഇത് പക്ഷെ നല്ല ക്ലിയർ ആയിട്ടുള്ള കളറാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മിർനോഫ് മിൻറ്റി ജാമുൻ 3 തവണ ഡിസ്റ്റിൽ ചെയ്ത് 10 തവണ ചാർക്കോൾ ഫിൽട്രേഷൻ ചെയ്ത് വരുന്ന ഒരു സ്പിരിറ്റാണ്. ഇതിലേക്ക് ഇവർ ഈ ബോട്ടിലിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് സിന്തറ്റിക് ഫുഡ് കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നെ ഓൾറെഡി ഡിസ്റ്റിലേഷൻ ചെയ്തെടുത്ത സ്പിരിറ്റായിരുന്നു. അതിലേക്ക് നമ്മൾ പിന്നെ ഇൻഫ്യൂഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഫ്രൂട്ടിൻ്റെ എക്സാക്റ്റ് കളർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡ്രിങ്കിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ അരോമയൊക്കെ എന്താണെന്നുള്ളത് നോക്കാം, സ്മെല്ല് ചെയ്ത് നോക്കാം. നമുക്ക് ചെറിയൊരു മിൻറ്റിൻ്റെ നോട്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ ആ മിൻറ്റും ഞാവലും കൂടി മിക്സായി വന്നതിൻ്റെ ആണോ ജാമുനും പേരയ്ക്കും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സ്മെല്ലാണ് എനിക്ക് കിട്ടുന്നത്. ഇത് പക്കാ ഞാവലിൻ്റെ സ്മെല്ലാണ് വരുന്നത്. ഫ്രഷ് മിൻറ്റ് ലീഫൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ മിൻറ്റ് അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം സ്മിർനോഫ് മിൻറ്റി ജാമുൻ ടേസ്റ്റ് ചെയ്യാൻ പോകണേ. അപ്പം അത് ജാമുൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് മിൻറ്റിൻ്റെ ഒരു ഗ്യാസ് അതാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, ചെറുതല്ല, അത്യാവശ്യം നല്ല സ്വീറ്റാണ്. കാരണം സ്മിർനോഫ് ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് കോക്ടെയിൽ എന്നുള്ള രീതിയിലാണ് ഈ സാധനം ഇറക്കിയിട്ടുള്ളത്. അത് നമുക്ക് ഈ സാധനം കൊണ്ട് വേറെ കോക്ടെയിലൊന്നും അടിക്കണ്ട, ഇത് തന്നെ എന്താണ് കോക്ടെയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹോം മെയ്ഡ് മിൻറ്റി ജാമുൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര സ്മൂത്താണ് കേട്ടോ ഇത്. നമ്മൾ ഞാവൽ കഴിക്കുമ്പോൾ എന്ത് ഫീലാണോ നമ്മുടെ മൗത്തിൽ വരുന്നത്, സെയിം ഫീൽ തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മളിന്നലെ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ്. പക്ഷേ എക്സാക്റ്റ് ഞാവൽ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മൗത്തിൽ വരുന്ന ആ ഒരു കറയും ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു കോക്ടെയിൽ കുടിക്കുന്ന അതേ ഒരു ഫീലാണ്. കുറച്ച് ഐസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ മിൻറ്റി ജാമുൻ ഒറിജിനലും ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റിൽ പറയണേ. അപ്പോൾ ചിയേഴ്സ്.